ഹായ്, ഇത് ഞങ്ങളുടെ ഒരു ചാലഞ്ചാണ് കേട്ടോ. ഒരു 100 ഡേയ്സ് സീരീസ് ചാലഞ്ച്. എല്ലാ ദിവസവും ഒരു 100 ഡേയ്സ് നിർത്താതെ അന്നന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യണമെന്നാണ് വിചാരിക്കണത്. ആ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് ഞങ്ങൾക്കറിയില്ല, എങ്കിലും ഒരു പരിശ്രമം കേട്ടോ. മനുവേട്ടനും ഇതേപോലെ വർക്ക് തുടങ്ങിയ സമയത്ത് വർക്കിനെ കുറിച്ച് പറയാനായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ട് തുടങ്ങിയതാണ് കേട്ടോ. തുടക്ക സമയങ്ങളിൽ ഞങ്ങൾക്ക് 10 വ്യൂ പോലും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് റീച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നിയ ഒരു ആശയമാണ് ഇങ്ങനെ ഒരു 100 ഡേയ്സ് ചാലഞ്ച് പോലെ ചെയ്യാന്നുള്ളത്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഒരു പുതിയ പ്രൊജക്റ്റിൻ്റെ ഒരു ബുക്കിംഗ് പ്രോസസ്സിന് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ബുക്കിംഗ് വരുന്നത് പാലയിലാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ നമ്മുടെ കോട്ടയം മോനിപ്പള്ളി വീട്ടിലാണ് ഉള്ളത്. മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ പഞ്ചെടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മുടെ B6-ന് റെസ്റ്റാണ്. കാരണം റോഡിലൊക്കെ ഭയങ്കര വെള്ളമായതുകൊണ്ട് ഞങ്ങൾ പഞ്ചെടുത്ത് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു ഫോറസ്റ്റിൽ കൂടി പോകുന്നൊരു ഫീലാണ് കേട്ടോ. കുറേ റബ്ബറും അതേപോലെ തന്നെ വലിയ വലിയ മരങ്ങളൊക്കെ ആയിട്ട്. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ മോനിപ്പള്ളിയുള്ള സൈറ്റ്. പോണതിൻ്റെ മുന്നേ അപ്പോൾ സൈറ്റ് കയറിയിട്ട് പോകണം. കാരണം ഷെറീഫ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവന് കുറേ സാധനങ്ങൾ കൊണ്ടുവേണ്ട, അതെല്ലാം ക്ലിയർ ചെയ്ത് മനോടിന് കൊടുക്കണം. കൂടാതെ അവിടെ ജിപ്സം പ്ലാസ്റ്ററിങ്ങും നടക്കുന്നുണ്ട്. അതേപോലെ ജിപ്സം സീലിങ്ങിൽ പുട്ടി വർക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട് കേട്ടോ. വർക്ക് എന്താ കാണിക്കാത്തതെന്ന് വെച്ചാൽ വർക്കിൻ്റെ വീഡിയോസ് നമ്മളിതിൽ വേറെ ഇടുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് വർക്ക് കാണിക്കാത്തത്. നേരെ ഞങ്ങൾ പോകുന്നത് ഏറ്റുമാനൂർ ഹാങ് ഔട്ടിക്കാണ് കേട്ടോ. ഹാങ് ഔട്ടിക്ക് തന്നെ പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ആകുമ്പോൾ ഭക്ഷണവും കഴിക്കാം, അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കാറും ചാർജ് ചെയ്യാൻ പറ്റും. ഈ വണ്ടി ആയതുകൊണ്ടാണ് കേട്ടോ ചാർജിങ്ങിൻ്റെ ഒരു ആവശ്യം വന്നത്. മറ്റേ വണ്ടിയാണെങ്കിൽ നമുക്ക് ചാർജിങ്ങിന് ഒരു ഇഷ്യൂ വരുന്നില്ല. നമ്മൾ ചാർജ് ചെയ്യാൻ ചെന്നപ്പോഴേ 2 ഗണ്ണ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനായിരുന്നു കേട്ടോ അത്. പക്ഷേ രണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത പോലെ ക്രോസ് ആയിട്ടായിരുന്നു വണ്ടി ഇട്ടത്. പിന്നെ നമ്മൾ വന്നപ്പോൾ ആൾ വണ്ടിയെല്ലാം മാറ്റി തന്നിട്ടാണ് നമ്മളിപ്പോൾ ചാർജ് ചെയ്യാൻ കയറിയത്. ഇത് ഇപ്പോൾ മാത്രമൊന്നുമല്ല കേട്ടോ. പലപ്പോഴും പല ചാർജിങ് സ്റ്റേഷനിലും നമ്മുടെ EV ഉപയോഗിക്കുന്ന ചേട്ടന്മാരും അതേപോലെ തന്നെ അല്ലാത്തവരും വണ്ടി തലങ്ങും വിലങ്ങും ഇട്ടിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ടേ. ഈ EV കാർസിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മൾ 10% ആയിട്ടാവും ലൊക്കേഷനെല്ലാം ഇട്ടിട്ട് ഒരു ചാർജിങ് സ്റ്റേഷൻ കണ്ടുപിടിച്ച് വരുന്നത്. ആ സമയത്തൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. കാരണം ചിലപ്പോൾ അടുത്ത ചാർജിങ് സ്റ്റേഷനിലേക്ക് പോകാനുള്ള ചാർജ് നമ്മുടെ വണ്ടിയിൽ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഡ്രൈവർ വരുന്ന വരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തേ പറ്റൂ, വേറെ ഒരു വഴി ഉണ്ടാവില്ല കേട്ടോ നമുക്ക്. ഇപ്പം നമ്മുടെ വണ്ടിയിൽ ഒരു 60% ചാർജ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കണം. അപ്പോൾ ആ സമയം വേസ്റ്റ് ചെയ്യേണ്ട വെച്ചിട്ടാണ് നമ്മൾ ഇതേപോലെ ഒരു സ്പോട്ട് ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഏറ്റുമാനൂർ T&Tക്കാണ് കേട്ടോ പോകുന്നത്. കാരണം ഹാങ് ഔട്ട് രാത്രി മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ T&Tയിൽ എത്തിയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. ഞങ്ങളുടെ ഒരു ഫുഡിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ 3 ദിവസം ചോറാണെങ്കിൽ പിന്നെ 2 ദിവസം ഫാസ്റ്റ് ഫുഡ് ആയിരിക്കും കേട്ടോ. പിന്നെ ഫാസ്റ്റ് ഫുഡ് മാത്രമല്ല, ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് കുറച്ച് കഞ്ഞി സ്പോട്ട് ഉണ്ട്. അവിടെ എത്തിയാൽ കഞ്ഞിയും കുടിക്കും. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് വരുമ്പോഴത്തേക്ക് 99% ചാർജ് ആയിട്ടോ. പിന്നെ ബാക്കിയുള്ള 1% ചാർജ് ആവാനായിട്ട് ഒരുപാട് സമയമെടുക്കും. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതേപോലെ പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ EVയുടെ അത്രയും സൗകര്യമുള്ള വേറെ ഒരു വണ്ടിയില്ല കേട്ടോ. കാരണം ഞങ്ങളിപ്പോൾ ഈ കഴിച്ച ഫുഡിൻ്റെ ഇരട്ടി പൈസ വേണം നമുക്ക് ഇത് പെട്രോൾ അടിച്ച് ഞങ്ങൾ ഈ പോയ സ്ഥലങ്ങളൊക്കെ പോയി വരാൻ കേട്ടോ. പിന്നെ അതുമാത്രമല്ല, ഞങ്ങൾക്ക് ടൈമും വേസ്റ്റ് ആയിട്ടില്ല. 60%-ന് 99% ഞങ്ങൾ ഈ ഫുഡ് കഴിക്കണ ഗ്യാപ്പിൽ തന്നെ ആവുകയും ചെയ്തു. ഞങ്ങൾ ഫുഡ് അടിച്ച് കഴിഞ്ഞിട്ട് ആദ്യം പോകുന്നത് മണ്ണാർക്കാടേക്കാണ് കേട്ടോ. ഞാൻ മണ്ണാർക്കാട് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ളവർ വിചാരിക്കും പാലക്കാട് മണ്ണാർക്കാടാണെന്ന്. ഇത് അതല്ല കേട്ടോ, ഇത് കോട്ടയം മണ്ണാർക്കാടാണ്. അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് അടിച്ചിട്ട് ഒരു അരമണിക്കൂറിൽ എത്താമെന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. അങ്ങനെ റോഡിലൂടെ പോയോണ്ടിരിക്കുമ്പോഴാട്ടോ ഇതാ റോഡിലൊരു പുഴ. ഞങ്ങളുടെ EV കാർ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ മസിൽ പിടിക്കാനോ അതിലൂടെ പോകാനോ ഒന്നും നിന്നില്ല. ഞങ്ങൾ നേരെ തിരിച്ച് ആ മീറ്റിംഗ് ഞങ്ങൾ പോസ്റ്റ്പോൺ ചെയ്ത് ഞങ്ങൾ നേരെ പാലേക്ക് വിട്ടു. വെള്ളം കയറിയതൊക്കെ TV-യിലൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. പക്ഷെ അത് നേരിട്ട് അനുഭവിക്കുന്നവർക്കാണ് ദുരിതം. ഈ റോഡിലൂടെ കുറച്ചും കൂടി മുന്നോട്ട് പോയ മീനച്ചിലാറാണ് കേട്ടോ. ആ പുഴയിലെ വെള്ളമാണ് കേട്ടോ ഈ കര കവിഞ്ഞൊഴുകുന്നത്. ഇവിടെ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ അരയ്ക്കൊപ്പം വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ളവരെല്ലാം തോണിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ അവരുടെ വീടെല്ലാം ഭാഗികമായി വെള്ളത്തിലാണ് കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു റോഡാണ് കേട്ടോ. കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം അടിച്ചിറയിലും അതേപോലെ പള്ളിക്കത്തോടൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ പ്രൊജക്ട്സ് എല്ലാം നടന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് സുഖമായി വണ്ടിയിൽ പോയിരുന്ന റോഡിലൂടെയാണ് ഇപ്പോൾ തോണിയിൽ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് കേട്ടോ കയറ്റം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുക. കാരണം കയറ്റം കയറി കഴിഞ്ഞാൽ അവിടെ വെള്ളമില്ലല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയാണ്. എന്നാൽ ശരിക്കും അങ്ങനെയല്ല കേട്ടോ. ഒരു കയറ്റം കയറി കഴിഞ്ഞാൽ ഒരു ഇറക്കം ഉണ്ടാവും. അത് ജീവിതത്തിലായാലും റൂട്ടിലായാലും. അത് ഞങ്ങളെ പഠിപ്പിച്ചത് ഗൂഗിൾ മാപ്പാണ്.
അങ്ങനെ മാപ്പിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ പാലയിൽ എത്തിയിട്ടുണ്ട്. പാലയിൽ നിന്ന് ഇനി കുറച്ച് ദൂരം കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ സൈറ്റിലോട്ട്. സാധാരണ ഞങ്ങൾ മാപ്പിനെ ആശ്രയിക്കാറില്ല, പക്ഷെ പുതിയൊരു സൈറ്റിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ആശ്രയിച്ചേ പറ്റൂ. അങ്ങനെയുള്ള സമയങ്ങളിലാട്ടോ ഗൂഗിൾ മാപ്പ് നമ്മളെ വെള്ളത്തിലൊക്കെ കൊണ്ടുപോയിടുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ കേറ്റെന്നാണ് കേട്ടോ പറയാ, പക്ഷെ ഇവിടങ്ങളിലൊക്കെ ഇതിനെ കരോട്ട് എന്നാണ് കേട്ടോ പറയണത്. ആദ്യമായിട്ട് ഞാനിത് കേൾക്കുന്നത് നമ്മുടെ പള്ളിക്കത്തോടുള്ള അജിച്ചേട്ടന്റെ അമ്മ പറഞ്ഞിട്ടാട്ടോ. അപ്പൊ ഞാൻ ശരിക്കും വിചാരിച്ചു ഇതൊരു സ്ഥലത്തിന്റെ പേരാണെന്നാ. അങ്ങനെ കരോട്ടുള്ള നമ്മുടെ പ്ലോട്ട് എല്ലാം കണ്ട ശേഷം നമ്മൾ നേരെ എഗ്രിമെന്റിന്റെ പ്രോസസ്സിലോട്ട് പോയിട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ക്ലയന്റ് വിഷ്ണുവിന്റെ അച്ഛനും അമ്മയ്ക്കും താമസിക്കാൻ വേണ്ടിയിട്ടാണ് വീട് വെക്കുന്നത്. വിഷ്ണുവിന്റെ വൈഫും ഫാമിലിയൊക്കെ അയർലൻഡിലാണ് കേട്ടോ. ഇതാണ് കേട്ടോ വിഷ്ണുവിന്റെ അച്ഛൻ മോഹൻദാസ് അങ്കിൾ. ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ബുക്കിംഗ് പ്രോസസ്സ്. വർക്ക് കൺഫേം ആവുമ്പോൾ മാത്രമാണ് നമ്മൾ സൈറ്റിലേക്ക് പോവാറുള്ളത്. അതിന്റെ റീസൺ ഇത് തന്നെയാണ്. ഒരു ദിവസത്തെ പ്രോസസ്സാണ് കേട്ടോ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതും അടുത്താണെങ്കിൽ, അത് ദൂരത്താണെങ്കിൽ 2 ദിവസത്തെ പ്രോസസ്സാണ്. തലേ ദിവസം നമ്മൾ അവിടെ പോയി സ്റ്റേ ചെയ്യും. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കൺഫേംഡ് വർക്കിന് മാത്രം സൈറ്റ് വിസിറ്റ് ചെയ്യുന്നത്. വെറുതെ സൈറ്റുകൾ പോയി നോക്കാനാണെങ്കിൽ എനിക്കും മനോജിനും ഡെയിലി അത് തന്നെയായിരിക്കും കേട്ടോ പണി. അപ്പോൾ ഞങ്ങളുടെ വർക്കുകളൊന്നും നടക്കില്ല, ഡെയിലി ഇതേപോലെ വ്ളോഗ് ഇടല് മാത്രമേ നടക്കുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ബുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ പോസ്റ്റ്പോൺ ചെയ്ത മീറ്റിംഗ് പാലേന്ന് മണർകാടിക്ക് തന്നെ തിരിച്ചു പോവാണ് കേട്ടോ. ഇതും നമ്മൾ ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച് പോവാണ്. എവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടെന്ന് അറിയില്ല കേട്ടോ. ഞങ്ങൾക്കറിയുന്ന വഴി കുറച്ച് വളഞ്ഞ വഴിയാണ് പള്ളിക്കത്തോട് വഴി. ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരു ചേട്ടൻ കുറച്ച് ജാക്കി സ്പാനും ഷീറ്റൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചതാണ് കേട്ടോ. ആളൊരു എഞ്ചിനീയറാണ്. ഇപ്പോൾ ആൾ വർക്ക് നിർത്തിയ സമയത്ത് അതെല്ലാം സെയിൽ ചെയ്യാലോ വെച്ചിട്ട് നമ്മളെ വിളിച്ചതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ കണ്ടു, റേറ്റും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ യൂസ്ഡ് മെറ്റീരിയൽ ആണ്, അപ്പോൾ പുതിയതിൻ്റെയും ഒക്കെ റേറ്റ് എല്ലാം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു കേട്ടോ. ഇതൊന്നും ഒരു 8 മിനിറ്റിൽ ഒതുങ്ങുന്ന കാര്യമല്ല കേട്ടോ. ഞങ്ങൾ രാവിലെ 11 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 3 മിനിറ്റിൽ വീഡിയോ ഒതുക്കണം എന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഷൂട്ട് തുടങ്ങിയത്. പക്ഷേ ഇത് എങ്ങനെ എഡിറ്റ് ചെയ്തിട്ടും 8 മിനിറ്റ് വരെ എത്തി. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും കാണിക്കാൻ പറ്റില്ല, ഒരു ഇൻകംപ്ലീറ്റ് ഫീൽ ആവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും മണർക്കാട്ടുന്ന നേരെ കുറുവിലങ്ങാട്ടേക്കാട്ടോ എത്തിയത്. ഇനി വീട്ടിൽ പോയി ഫുഡെല്ലാം വെച്ച് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് തോന്നിയില്ല കേട്ടോ. 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നേരെ KFC കയറി ഓരോ ബർഗറും ഓരോ പീസ് ചിക്കനും കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തു കേട്ടോ. ഇത് കണ്ടിട്ട് നിങ്ങൾ ആരും വിചാരിക്കരുത് കേട്ടോ ഞങ്ങൾ ഫുൾ ടൈം ജങ്ക് ഫുഡാണെന്ന്. കഞ്ഞി കുടിക്കണതും പട്ടിണി കിടക്കണതായ വീഡിയോസൊക്കെ ഈ 100 ദിവസത്തിനുള്ളിൽ ഉണ്ടാവുകയെ. സത്യം പറഞ്ഞാൽ രാത്രി ഞാൻ ഡയറ്റാട്ടോ. പക്ഷെ മനോട്ടിന് ഈ പുറത്തൊക്കെ ആയതുകൊണ്ട് മാക്സിമം ഈ ബർഗറും സാൻഡ്വിച്ചിനോടൊക്കെ താല്പര്യം. അപ്പോൾ പിന്നെ ഞാനും അതിൻ്റെ കൂടെ ഇപ്പം അങ്ങോട്ട് കൂടി. പിന്നെ അത് അത്ര കുഴപ്പമൊന്നും ഇല്ലാന്നേ. പുറത്തുള്ളവരൊക്കെ ഇതൊക്കെ തന്നെയല്ലേ കഴിക്കണേ, അവരും മനുഷ്യരൊക്കെ തന്നെ അല്ലേ. ഇന്നത്തെ കാര്യം അങ്ങനെ കഴിഞ്ഞു. പക്ഷെ നാളെ രാവിലത്തേക്ക് ചായ വേണമല്ലോ. അപ്പോൾ അതിന് പാല് മേടിക്കാനായിട്ട് ഞാൻ ഓപ്പോസിറ്റുള്ള സൂപ്പർ മാർക്കറ്റിൽ കയറി. ഫുഡ് ഇല്ലെങ്കിൽ ഞങ്ങൾ 2 ദിവസമാണെങ്കിലും ഞങ്ങൾ പട്ടിണി കിടക്കാൻ റെഡി ആട്ടോ. പക്ഷെ ചായ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ദിവസം പോലും മുന്നോട്ട് പോവില്ല. അത് ഞങ്ങളുടെ ക്ലയൻസിനൊക്കെ അറിയാട്ടോ. കാരണം അവർ ഫുഡ് തരുവാണെങ്കിൽ ഞങ്ങൾ വളരെ കുറച്ച് ഫുഡേ കഴിക്കുള്ളൂ. ഈ വണ്ടി വീട്ടിലെത്തി കഴിഞ്ഞാൽ മനോട്ടം ഫ്രീ ആയിട്ടോ. എൻ്റെ ജോലികൾ അപ്പോഴാണ് തുടങ്ങാൻ പോകുന്നത്. കുറേ കണക്കെഴുതാനുണ്ടാവും, അതേപോലെ നമുക്ക് കുറേ പേയ്മെൻറ്റ് ഇട്ട് കൊടുക്കാനുണ്ടാവും. പിന്നെ അടുക്കളയിൽ കുറേ പാത്രങ്ങളും കിടക്കുന്നുണ്ട് കേട്ടോ. അതും കൂടാതെ ഒരുപാട് ഫോൺ കോൾസിനും അതേപോലെ വാട്സപ്പ് ചാറ്റ്സിനൊക്കെ റിപ്ലൈ കൊടുക്കാനുണ്ടാവും കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടാട്ടോ ഇതൊരു ചാലഞ്ചായിട്ട് മാറുന്നത്. എന്നെയും കൊണ്ട് ഒരു 100 ഡേയ്സ് പൂർത്തിയാക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കണേ. എന്നെയും കൊണ്ട് പറ്റുമെന്ന് വിചാരിക്കണവർ ഒരു കമൻ്റ് ഇടണേ.